ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അമേരിക്കൻ നോവലിസ്റ്റായ നഥാനിയൽ ഹോത്തോൺ എഴുതിയ ദ സ്കാർലറ്റ് ലെറ്റർ എന്ന സ്റ്റോറിയുടെ ഷോർട്ട് സമ്മറിയാണ്. ഇല്ലീഗൽ റിലേഷൻഷിപ്പിലൂടെ ജനിച്ച കുഞ്ഞിൻ്റെ പേരിൽ വഴിപിഴച്ചവൾ എന്ന് മുദ്ര കുത്തപ്പെട്ട് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിതം കഴിച്ചുകൂട്ടേണ്ടി വന്ന ഹെസ്റ്റർ എന്ന ഒരു സുന്ദരിയായ യുവതിയുടെ കഥയാണ് ദ സ്കാർലറ്റ് ലെറ്ററിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അവളെ നശിപ്പിച്ച പ്രീസ്റ്റായ ആർതർ ഡിമ്മസ് ഡെയിലിൻ്റെയും കടലിൽ മുങ്ങിമരിച്ചു എന്ന് കരുതപ്പെടുന്ന അവളുടെ ഭർത്താവ് റോജർ ചില്ലിംഗ്വർത്തിൻ്റെയും കൂടെ കഥയാണ് ദ സ്കാർലറ്റ് ലെറ്റർ. 1850 പബ്ലിഷ് ചെയ്ത സ്കാർലറ്റ് ലെറ്റർ എ റൊമാൻസ് എന്ന നോവൽ ഒരു ചരിത്ര നോവലായിട്ടാണ്, ഒരു ഹിസ്റ്റോറിക്കൽ നോവലായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ കാൽപ്പനികതയുടെ മേമ്പൊടിയിൽ ചരിത്രബോധം ഒന്നുമില്ലാതെ തന്നെ ഈ കഥ നമുക്ക് ആസ്വദിക്കാനായി സാധിക്കും. ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ തീവ്ര രൂപങ്ങളിലൊന്നായ പ്യൂരിറ്റാനിസം നിലനിന്നിരുന്ന മസാച്യുസെറ്റ്സിലെ ബോസ്റ്റണിൽ 1940 കാലഘട്ടത്തിൽ നടക്കുന്നതായാണ് ഈ കഥ ഹോത്തോൺ തൻ്റെ നോവലിൽ അവതരിപ്പിക്കുന്നത്. പാപം, കുറ്റബോധം, അതിൻ്റെ നിയമസാധുത എന്നിവയൊക്കെപ്പറ്റി ഈ നോവലിൽ ആഴത്തിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോവൽ ഡീറ്റെയിൽ ആയി നോക്കാം. പ്യൂരിറ്റാനിസം മതപരമായി സമൂഹത്തിലേക്ക് ആഴ്ന്നു നിൽക്കുന്ന മസാച്യുസെറ്റ്സിലെ ബോസ്റ്റണിൽ ഒരു വൻ ജനാവലി ഒത്തുകൂടിയിരിക്കുന്നു. വിവാഹേതര ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഹെസ്റ്റർ പ്രിന്നെ എന്ന യുവതിയുടെ ശിക്ഷാവിധി കണ്ട് രസിക്കാനായാണ് ഈ ജനക്കൂട്ടം അവിടെ എത്തിയിരിക്കുന്നത്. അവളുടെ തെറ്റിനുള്ള ശിക്ഷാവിധിയുടെ ഒരു ഭാഗമായിരുന്നു പട്ടണത്തിലെ ചന്തസ്ഥലത്ത് കെട്ടി ഉയർത്തിയിരിക്കുന്ന കൊലമരത്തിന് താഴെയുള്ള പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി 3 മണിക്കൂർ നേരം പൊതുജനത്തിൻ്റെ പരിഹാസപാത്രമാവുക എന്നതായിരുന്നു ശിക്ഷാവിധി. ശിക്ഷാവിധിയുടെ മറ്റൊരു നിബന്ധന വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ചുവപ്പ് നിറമുള്ള എ എന്ന അക്ഷരം അവളുടെ ജീവിതകാലം മുഴുവൻ അവളുടെ മാറിൽ അണിയുക എന്നതും കൂടെയായിരുന്നു. തൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനായി കൊലമരം നിൽക്കുന്ന സ്റ്റേജിനെ സമീപിക്കുന്ന ഹെസ്റ്ററുടെ സൗന്ദര്യവും അന്തസ്സാർന്ന ശാന്തതയും കണ്ട് ആൾക്കൂട്ടത്തിലെ സ്ത്രീകൾക്ക് അല്പം പോലും സുഖിക്കുന്നില്ല. അവരവളെ പരിഹസിക്കുന്നു. കുറ്റപീഠത്തിൽ നിൽക്കുന്ന ഹെസ്റ്ററിനോട് അവളുടെ കുഞ്ഞിൻ്റെ പിതാവ് ആരെന്ന് വെളിപ്പെടുത്താൻ ജനക്കൂട്ടം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് മറുപടി കൊടുക്കാൻ അവൾ വിസമ്മതിക്കുകയാണ്. അവിടെ ആ ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് ജനക്കൂട്ടത്തെ വീക്ഷിക്കുന്ന അവളുടെ ശ്രദ്ധയിലേക്ക് മെലിഞ്ഞ് വികലാംഗനെ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യരൂപം കടന്നു വന്നു. കടലിൽ മുങ്ങിമരിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന, വർഷങ്ങളായി എവിടെയാണെന്ന് പോലും അറിയാതിരുന്ന തൻ്റെ ഭർത്താവാണ് അവനെന്ന് അവൾ തിരിച്ചറിയുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാത്രം നഗരത്തിലേക്ക് തിരിച്ചെത്തിയ അവളുടെ ഭർത്താവായ ആ മനുഷ്യൻ അവളുടെ പരിഹാസ്യമായ അവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് അവിടെ അടുത്തു നിന്ന ആളുകളോട് അന്വേഷിക്കുന്നു. ആൾക്കൂട്ടത്തിൽ ആ ഒരു മനുഷ്യനിൽ നിന്നും തൻ്റെ ഭാര്യയുടെ കഥയും അവളിൽ ആരോപിക്കപ്പെട്ട വ്യഭിചാര കുറ്റവും അയാൾ അറിയുന്നുണ്ട്. ഈ വ്യഭിചാര കുറ്റത്തിൽ തുല്യ ഉത്തരവാദിത്തമുള്ള കുഞ്ഞിൻ്റെ പിതാവായ മനുഷ്യനും ഹെസ്റ്ററിനൊപ്പം ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യമുയർത്തുന്ന അയാൾ അവന് ഹെസ്റ്ററിൻ്റെ കുഞ്ഞിൻ്റെ പിതാവിനെ ഏതു വിധേനയും കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരനെ കണ്ടുപിടിക്കുമെന്ന് അവിടെ വെച്ച് പ്രതിജ്ഞയൊക്കെ എടുക്കുന്നുണ്ട്. അതിലേക്കായിട്ട് പുതിയൊരു പേരും അദ്ദേഹം അവിടെ വെച്ച് സ്വീകരിക്കുന്നു, റോജർ ചില്ലിംഗ്വർത്ത്. പ്യൂരിറ്റൻ ചർച്ചിലെ ഉന്നതാധികാരിയായ റവറൻഡ് ജോൺ വിൽസണും ഹെസ്റ്ററുടെ പള്ളി വികാരി ആർതർ ഡിമ്മസ് ഡെയിലും അവളോട് അതേപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ കാമുകനെപ്പറ്റി ഒരു വാക്ക് പോലും ഉരിയാടാൻ അവൾ തയ്യാറായില്ല. അവൾ വീണ്ടും തിരികെ ജയിലിലെ അവളുടെ മുറിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവളുടെ മുറിയിലേക്കൊരു സന്ദർശകനെത്തി. ഒരു ഡോക്ടറുടെ വേഷം സ്വീകരിച്ച റോജർ ഷില്ലിംഗ്വർത്തായിരുന്നു അത്. അവൻ്റെ കൈവശമുണ്ടായിരുന്ന പച്ചമരുന്നുകളും വേരുകളും ഉപയോഗിച്ച് പകൽ മുഴുവനും വെയിലത്തു നിന്ന് തളർന്നിരുന്ന ഹെസ്റ്ററിനും കുഞ്ഞിനും അല്പം ശാന്തി പകരുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. ഷില്ലിംഗ്വർത്തും ഹെസ്റ്ററും തമ്മിൽ തങ്ങളുടെ വിവാഹത്തെപ്പറ്റിയും മറ്റും തുറന്നു സംസാരിക്കുന്നു. അവർ രണ്ടുപേരും തെറ്റ് ചെയ്തു എന്ന കാര്യം അവർ അംഗീകരിക്കുന്നു. എങ്കിലും അവളുടെ കാമുകൻ ആരെന്ന് തനിക്കറിയണമെന്ന് ഷില്ലിംഗ്വർത്ത് ശാഠ്യം പിടിക്കുന്നുണ്ട്. അക്കാര്യം വെളിപ്പെടുത്താൻ ഹെസ്റ്റർ തയ്യാറായില്ല. അക്കാര്യം താൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമെന്ന് പറയുന്ന ഷില്ലിംഗ്വർത്ത് താൻ അവളുടെ ഭർത്താവാണെന്ന കാര്യം രഹസ്യമായി സൂക്ഷിക്കുവാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ അക്കാര്യം പുറത്തു പറഞ്ഞാൽ അവൻ അവളുടെ കുഞ്ഞിൻ്റെ പിതാവിനെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഹെസ്റ്റർ ഷില്ലിംഗ്വർത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ജയിൽ മോചിതയായ ഹെസ്റ്റർ പട്ടണത്തിൻ്റെ അതിർത്തിയിലുള്ള കുടിലുകളിലൊന്നിൽ താമസം ആരംഭിക്കുകയും അവൾക്കറിയാമായിരുന്ന തുന്നൽ പണിയിലൂടെ തുച്ഛമായ വരുമാനം നേടുകയും ചെയ്തു പോന്നു. അവളുടെ തയ്യലുകൾ വളരെ വിശേഷപ്പെട്ടതായിരുന്നു. അവൾ അവളുടെ മകൾ പേളിനൊപ്പം വളരെ ശാന്തമായ ഒരു ജീവിതം നയിച്ചു പോന്നു. അതോടൊപ്പം പാവങ്ങളെ സഹായിക്കാനുള്ള പല കാര്യങ്ങളും അവൾ ചെയ്തിരുന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളിലും അവൾ മുന്നിട്ട് നിന്നിരുന്നു. എന്നിരുന്നാലും ഹെസ്റ്ററിൻ്റെ ഒറ്റപ്പെട്ടുള്ള ജീവിതം പേളിനെയും ബാധിച്ചിരുന്നു.
അവൾക്ക് കളിക്കൂട്ടുകാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മ ഹെസ്റ്റർ അല്ലാതെ ഒരു കൂട്ടുകാരും അവൾക്കുണ്ടായിരുന്നില്ല. വളരുന്നതിനനുസരിച്ച് പേൾ താന്തോന്നിയും നിഷേധിയുമായി മാറിക്കൊണ്ടിരുന്നു. കൊച്ചു പേളിൻ്റെ നിഷേധങ്ങൾ പള്ളി സമൂഹത്തിൽ ചർച്ചാ വിഷയമായിരുന്നു. പേളിൻ്റെ നല്ല ഭാവിക്കായി, വളർച്ചയ്ക്കായി അവളെ ഹെസ്റ്ററിൻ്റെ പക്കൽ നിന്ന് മാറ്റുവാൻ പള്ളിക്കമ്മിറ്റി തീരുമാനമെടുത്തു. പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനത്തെപ്പറ്റി അറിയുന്ന ഹെസ്റ്റർ മകളെ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ ഗവർണർ ബില്ലിംഗ്ഹാമിനെ കാണാനെത്തി. പള്ളിയിലെ പുരോഹിതരായ വിൽസണും ഡിമ്മസ്ഡെയിലും ഗവർണറോടൊപ്പം ഉണ്ടായിരുന്നു. തൻ്റെ ഈ അവസ്ഥയിൽ തന്നെ സഹായിക്കണമെന്നും തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റരുതെന്നും ഡിമ്മസ്ഡെയിലിനോട് അവൾ അപേക്ഷിച്ചു. ഡിമ്മസ്ഡെയിൽ ഹെസ്റ്ററിന് വേണ്ടി പേളിനെ അവളിൽ നിന്നും എടുത്തു മാറ്റരുതെന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അകാരണവും അസാധാരണവുമായ രീതിയിൽ ഡിമ്മസ്ഡെയിൽ അസുഖബാധിതനാവുന്നു. തൻ്റെ പെരുമാറ്റവും പ്രവൃത്തികളും പ്രസംഗങ്ങളും കൊണ്ട് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഡിമ്മസ്ഡെയിൽ. അസുഖബാധിതനായ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി നാട്ടിലെ പുതിയ ഡോക്ടർ ഷില്ലിംഗ്വർത്ത് അദ്ദേഹത്തോടൊപ്പം താമസിക്കാമെന്ന് ഉറപ്പുകൊടുത്തപ്പോൾ ഇടവക നിവാസികൾ വൻ സന്തോഷത്തിലായിരുന്നു. തുറന്നു പറയാനാവാത്ത ഏതോ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധമാണോ ഡിമ്മസ്ഡെയിലിൻ്റെ അസുഖത്തിന് കാരണമെന്ന് ഷില്ലിംഗ്വർത്ത് സംശയിച്ചു. തൻ്റെ ഭാര്യയുടെ മകൾ പേളിൻ്റെ പിതാവ് ഡിമ്മസ്ഡെയിൽ ആയിരിക്കുമോ എന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഈ സംശയത്തിൻ്റെ പേരിൽ ഷില്ലിംഗ്വർത്ത് അവൻ്റെ മേൽ മാനസിക പീഡനങ്ങൾ അഴിച്ചുവിടുന്നു. ഒരു രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഡിമ്മസ്ഡെയിലിൻ്റെ ഷർട്ട് അഴിച്ചു നോക്കുന്ന ഷില്ലിംഗ്വർത്ത് ആ വൈദികൻ്റെ വിളറിയ മാറിൽ അപമാനത്തിൻ്റെ അടയാളമായ എ എന്ന അക്ഷരം കാണുന്നുണ്ട്. തൻ്റെ തെറ്റിൽ മനസാക്ഷിയുടെ പീഡനം സഹിക്കാനാവാതെ വൈദികനായ ഡിമ്മസ്ഡെയിൽ ചന്തസ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വർഷങ്ങൾക്ക് മുൻപ് ഹെസ്റ്റർ അപമാനിതയായി കയറി നിന്ന അതേ സ്കാഫോൾഡ് സ്റ്റേജിലേക്ക് കയറി നിന്ന് തൻ്റെ കുറ്റം ഉറക്കെ ഏറ്റുപറഞ്ഞു. പക്ഷേ അത് രാത്രിയുടെ നിശബ്ദതയിൽ വിജനമായ തെരുവിനെ സാക്ഷി നിർത്തിയായിരുന്നുവെന്ന് മാത്രം. പകൽ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറയാനുള്ള കരുത്ത്, ധൈര്യം ഇതൊന്നും ഡിമ്മസ്ഡെയിലിന് ഉണ്ടായിരുന്നില്ല. ഡിമ്മസ്ഡെയിലിൻ്റെ അവസ്ഥയിൽ മനനൊന്ത ഹെസ്റ്റർ തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള രഹസ്യം പരസ്യമാക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. കുറേ ദിവസങ്ങൾക്കു ശേഷം പട്ടണത്തിനടുത്തുള്ള വനത്തിൽ വച്ച് ഡിമ്മസ്ഡെയിലിനെ കണ്ടുമുട്ടുന്ന ഹെസ്റ്റർ ഷില്ലിംഗ്വർത്ത് തൻ്റെ ഭർത്താവാണെന്ന് അറിയിക്കുന്നു. ബോസ്റ്റണിൽ നിന്നും രഹസ്യമായി യൂറോപ്പിലേക്ക് ഒളിച്ചോടാമെന്നും അവിടെ അവർക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്നും ഹെസ്റ്റർ അവനോട് പറയുന്നു. പുതിയ പ്ലാൻ വിജയിക്കുമെന്നും യൂറോപ്പിൽ കുറ്റബോധം കൂടാതെ പുതിയൊരു ജീവിതം തുടങ്ങാമെന്നുമുള്ള അറിവുകൾ ഡിമ്മസ്ഡെയിലിന് പുതിയ പ്രതീക്ഷകൾ ഉണർത്തുകയായിരുന്നു. അന്ന് ഇലക്ഷൻ ദിനമായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വികാരഭരിതമായ ഉജ്ജ്വലമായ പ്രസംഗം ഡിമ്മസ്ഡെയിൽ അന്ന് കാഴ്ചവെക്കുന്നുണ്ട്. തുടർന്നുള്ള പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഡിമ്മസ്ഡെയിൽ സ്കാഫോൾഡ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിന്ന് തൻ്റെ കുറ്റം ഏറ്റുപറയുകയും അപ്പോൾ അവിടെ എത്തുന്ന ഹെസ്റ്ററിൻ്റെ കൈകളിലേക്ക് മരിച്ചു വീഴുകയും ചെയ്യുന്നു. സംഭവത്തിന് സാക്ഷികളായ കാഴ്ചക്കാരിൽ പലരും ഡിമ്മസ്ഡെയിലിൻ്റെ മാറിൽ എ എന്ന അക്ഷരം കണ്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ എതിരഭിപ്രായമുള്ള ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവൻ്റെ പ്രതികാരത്തിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട ഷില്ലിംഗ്വർത്ത് അധികം വൈകാതെ തന്നെ മരണമടഞ്ഞു. ഷില്ലിംഗ്വർത്തിൻ്റെ സ്വത്തുക്കളുടെ അനന്തരാവകാശി പേളായിരുന്നു. അതിനുശേഷം കുറേ കാലത്തേക്ക് ഹെസ്റ്റർ എവിടെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു നാൾ ഹെസ്റ്റർ അവളുടെ പഴയ കുടിലേക്ക് താമസത്തിനായി തിരിച്ചെത്തുകയും സ്കാർലറ്റ് ലെറ്റർ എ അണിയുകയും ചെയ്യുന്നു. അവൾ മരിച്ചപ്പോൾ അവളെയും ഡിമ്മസ്ഡെയിലിൻ്റെ ശവകുടീരത്തിനടുത്താണ് അടക്കിയത്. രണ്ടുപേർക്കുമായി ഒരു സ്മാരകശില മാത്രം. അതിന്മേൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലെറ്റർ എയും അടയാളപ്പെടുത്തിയിരുന്നു.